ഇടുക്കി തൊടുപുഴയിൽ കൊല്ലപ്പെട്ട ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തുന്നതാണ്. 2 മണിയോടുകൂടി ചുങ്കം പള്ളിയിൽ ആണ് സംസ്കാരം നടക്കുന്നത്. കൊല്ലപ്പെട്ട ബിജു ജോസഫ് മുൻപും ഭീഷണികൾ ഉണ്ടായിരുന്നതായിട്ടാണ് സഹോദരൻ MJ ജോസ് വെളിപ്പെടുത്തിയത്. മുഖ്യപ്രതിയായ ജോമോൻ ബിജുവിന്റെ ഭാര്യയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ബിജുവും ജോമോനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായിട്ട് അറിയില്ലെന്നാണ് സഹോദരൻ MJ ജോസ് പറയുന്നത്. ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവർ മാത്രമല്ല മറ്റു പ്രതികളും ഉണ്ട് എന്നും ആ കേസിലുള്ള ബാക്കി പ്രതികളെ കൂടി ഉടനെ പിടികൂടണമെന്നും ജോസ് ആവശ്യപ്പെടുന്നു. ബിജു വെളുപ്പിനെ നടക്കാൻ പോകുന്ന ആളാണ്. അത് അറിയാവുന്ന പ്രതിയായിട്ടുള്ള ജോമോൻ തക്കം പാർത്ത് ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് വണ്ടി കൊണ്ടൊരു തട്ട് കൊടുക്കാൻ അറിയാമെന്നായിരുന്നു ബിജുവിന്റെ ഭാര്യയ്ക്ക് ജോമോൻ നൽകിയ ഭീഷണി. ജോമോന് 60 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നാണ് അദ്ദേഹം പോലീസിൽ പറയുന്നത്. അതിലൊരു വാസ്തവമില്ല എന്നാണ് ജോസ് പറയുന്നത്. ഏറെക്കാലമായിട്ട് കാറ്ററിംഗ് സ്ഥാപനം നടത്തിവരുന്ന ആളാണ് ജോമോൻ. ബിജുവിന് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായി വണ്ടി റിപ്പയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ കാണുകയും അവർ തമ്മിലുള്ള ആ പരിചയം പിന്നീട് സൗഹൃദമായി വളരുകയുമായിരുന്നു. വർക്ക്ഷോപ്പ് നിർത്തിയ ശേഷം ബിജു JCB ജോലികൾക്ക് പോയിരുന്നു. അക്കാലത്ത് കടുത്ത പ്രമേഹവും അസ്ഥികൾ പൊടിയുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം JCBയും ടിപ്പറും ഒക്കെ വിറ്റ് നിൽക്കുന്ന സമയത്താണ് കാറ്ററിംഗിലേക്ക് പാർട്ണറായി വിളിക്കുന്നത്. തന്റെ അവസ്ഥയിൽ അതൊരു നല്ല കാര്യമാണ് എന്ന് കരുതി അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ബിജു ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം പണത്തിലുള്ള തിരിമറികൾ ബിജുവിന് കാണാൻ സാധിച്ചതോടെയാണ് പിന്മാറാൻ തീരുമാനിച്ചത്. അതാണ് ഇരുവരെയും ശത്രുതയിലേക്ക് എത്തിച്ചത്. തൊടുപുഴ കലയന്താനിയിൽ ദേവമാതാ കാറ്ററിംഗ് എന്ന സ്ഥാപനമാണ് ജോമോൻ നടത്തി വന്നിരുന്നത്. അതിനുശേഷമാണ് ബിജു പാർട്ണറായി എത്തുന്നത്. ആദ്യഘട്ടത്തിൽ കച്ചവടമൊക്കെ നന്നായിട്ട് പോയിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയായിരുന്നു. സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് പറയുകയുണ്ടായി. ഇതേ തുടർന്ന് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു. എന്നാൽ ജോമോന് അർഹമായിട്ടുള്ള വാഹനങ്ങളോ വസ്തുക്കളോ പണമോ ബിജു നൽകിയില്ലെന്നാണ് ഇപ്പോൾ ജോമോൻ പോലീസ് സ്റ്റേഷനിൽ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം തവണ പോലീസ് സ്റ്റേഷനുകളിൽ ഇവരും പോയി ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും വ്യവസ്ഥകൾ ബിജു പാലിച്ചില്ല എന്നാണ് ജോമോൻ പറയുന്നത്. ഇതിനിടയ്ക്ക് ജോമോന്റെ കാറ്ററിംഗ് ബിസിനസ് നഷ്ടത്തിലാവുകയും ഭാര്യയ്ക്ക് അസുഖം ബാധിക്കുകയും ചെയ്തതോടുകൂടി ജോമോൻ സാമ്പത്തികമായി ഞെരുക്കത്തിലായി. ഉടൻ തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബിജുവിന്റെ പിന്നാലെ കൂടുകയായിരുന്നു. എന്നാൽ തട്ടിക്കൊണ്ടു പോകുന്നതിനിടെ ബഹളം വെച്ച ബിജുവിനെ തലയ്ക്ക് പിറകിൽ അടിച്ച് പിന്നീട് കഴുത്തിലും മറ്റും ഗുണ്ടകൾ ചവിട്ടിപ്പിടിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിക്കുന്നത് എന്നാണ് സംഭവിച്ചത്. കൊല്ലാനായിരുന്നില്ല പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് ജോമോൻ പറയുന്നത്. എന്നാൽ പ്രാഥമിക റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും തലയ്ക്ക് പിന്നിലുള്ള അടിയാണ് മരണത്തിന് കാരണം എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനകത്ത് ഈ കേസ് തെളിയാൻ കാരണമായത് എറണാകുളം പറവൂർ സ്വദേശിക്ക് മേൽ ചുമത്തിയ കാപ്പ കുറ്റമാണ്. ഈ പറവൂർ വടക്കേക്കര കുഞ്ഞിത്തൈ സ്വദേശിയായിട്ടുള്ള ആഷിഖിനെ 27 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ഈ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ തീരുമാനമാണ് കേസ് പെട്ടെന്ന് തെളിയാനായിട്ട് ഇടയായത്. അടിപിടി കേസുകളിൽ പ്രതിയായ ആഷിഖിനെ കാപ്പ കേസ് ചുമത്താൻ മുനമ്പം DYSP ആണ് നിർദ്ദേശം നൽകിയത്. കാപ്പ കേസ് ചുമത്താനായിട്ട് നിർദ്ദേശം വന്നതോടുകൂടി ഇദ്ദേഹത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇദ്ദേഹം എറണാകുളത്തില്ല, തൊടുപുഴയാണ് എന്ന് മനസ്സിലാക്കുകയും തൊടുപുഴ പോലീസിന് തുടർന്ന് വടക്കേക്കര തൊടുപുഴ പോലീസിനെ ഈ വിവരം അറിയിച്ചതോടെ അവരാണ് ആഷിഖിനെ പിടികൂടുന്നത്. ആഷിഖ് എന്തുകൊണ്ടാണ് തൊടുപുഴയിൽ എത്തിയത് എന്നത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ബിജുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ ഇറക്കിയതാണ് എന്ന് ആഷിഖിനെ പറയേണ്ടി വരുന്നതും അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ കൊലപാതകം തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഏതായാലും തൊടുപുഴ പോലീസിന് ഈ കേസിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്താനും ശവശരീരം കണ്ടെത്താനും അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനും തൊടുപുഴ പോലീസിന് കഴിഞ്ഞു. എന്തായാലും ഇന്ന് 11 മണിക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ എത്തും. അതിനുശേഷം 2 മണിയോടുകൂടി ചുങ്കം പള്ളിയിൽ, അതായത് ഷൈനി അടക്കിയ അതേ പള്ളിയിൽ തന്നെ അടക്കം ചെയ്യുന്നതാണ്. ബാക്കി വിവരങ്ങൾ ഞങ്ങൾ പിന്നാലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.